ഹായ് മക്കളെ, നമസ്കാരം. 8ാം ക്ലാസ്സിലെ കീർത്തിമുദ്ര എന്ന പാഠഭാഗം ചുരുങ്ങിയ സമയം കൊണ്ട് സെറ്റാക്കുന്ന ഈ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. കീർത്തിമുദ്ര യൂണിറ്റ് 4 ചാപ്റ്റർ 2 പാഠസംഗ്രഹം നമ്മൾ അങ്ങോട്ട് പറയും. അതോടൊപ്പം ചോദ്യോത്തരം പഠിക്കും. സെറ്റ് നോക്കുക. പാഠസംഗ്രഹം കളിയോഗത്തോട് വിട വാങ്ങുന്നതിനുള്ള അവസാനത്തെ അരങ്ങേറ്റമാണ്. ഗവർണറും മുഖ്യമന്ത്രിയും കളി കാണാൻ വരുന്നുണ്ട്. ആശാന് കലാതിലകമെന്ന കീർത്തി മുദ്ര നൽകുന്നത് മുഖ്യമന്ത്രിയാണ്. 13ാമത്തെ വയസ്സിൽ കച്ച കെട്ടി തുടങ്ങിയതാണ്. ഇപ്പം വയസ്സ് 80 ആയിരിക്കുന്നു. മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് ജീവിക്കാനായി വേഷക്കാരനായി എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചിരിക്കുന്നു ഇദ്ദേഹം ഓർക്കുകയാണ്. കളിപ്പെട്ടിയും ചുമന്നുള്ള നടപ്പുകൾ. പുതിയ ചെറുപ്പക്കാരിൽ എത്ര പേർ കലയെ കാര്യമായിട്ട് കരുതുന്നുണ്ട് എന്ന് സ്വയം ചിന്തിക്കുന്നു. വളരെ ചുരുക്കം പേരുണ്ടാകാം. കളിയരങ്ങ് തനിക്ക് ജൈവ സന്നിധിയാണ്. ഗുരുനാഥന്മാരെ എന്നും ദൈവസന്നിധിയാണ്. ഗുരുനാഥന്മാരെ എന്നും അനുസരിച്ചിട്ടേയുള്ളൂ. ശിഷ്യന്മാർ ഒട്ടേറെയുണ്ട്. കഥാപാത്രങ്ങളിൽ തൻ്റെ വ്യക്തിത്വം പകർന്നാടിയിട്ടുണ്ടോ ആവോ ആലോചിക്കുന്നു. എന്തായാലും പ്രായ ആധിക്യത്താൽ ഇപ്പോൾ പ്രായം വർദ്ധിച്ചത് കാരണം രോഗങ്ങളാൽ ഇനി വേഷത്തിനൊന്നല്ല ഒന്നിനും വയ്യ. മോഹിച്ചതെല്ലാം നമുക്ക് കിട്ടില്ല, വിധിച്ചതേ കിട്ടും. സ്നേഹിച്ചവളെ കുഞ്ഞുലക്ഷ്മിയെ തനിക്ക് ലഭിച്ചില്ല. ഒന്നും ശാശ്വതമല്ല, എല്ലാം മറയും. കാലവും കാമിനിയുമെല്ലാം യൗവനത്തിൽ. തൻ്റെ ശ്രീകൃഷ്ണ വേഷത്തിൽ കൺകുളിർത്തവർ അന്നുണ്ടായിരുന്നു. കുഞ്ഞുലക്ഷ്മിയെ രാധയായി സങ്കല്പിച്ചിരുന്നതിനാൽ നിത്യകാമുകനായ കൃഷ്ണൻ്റെ വേഷം വളരെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ അന്ന് തനിക്ക് കഴിഞ്ഞിരുന്നു. ഇങ്ങനെ പല കഥകളും മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോൾ ആശാൻ അണിയറയിലെ കളിപ്പെട്ടിയിൽ ചാരിയിരുന്നു. യൗവനത്തിൽ ശ്രീകൃഷ്ണനായി നിറഞ്ഞു നിന്ന ആശാന് പിന്നീട് ലഭിച്ചത് യൗവനാവസ്ഥ വിട്ടപ്പോൾ യവനൻ്റെ വേഷമായിരുന്നു. ആശാന്റെ യവനനെ തോൽപ്പിക്കാൻ ആരുമില്ലെന്ന് കാഴ്ചക്കാർ വിലയിരുത്തി. വേഷങ്ങളിൽ വന്ന മാറ്റം അന്ന് ആശാനെ നന്നായിട്ട് വേദനിപ്പിച്ചിരുന്നു. അരിമാവും മനയോലയൊക്കെ തയ്യാറായി, ഇനി ഇരിക്കാമെന്ന് മേക്കപ്പ് ചെയ്യുന്ന ആൾ ചുട്ടിക്കാരൻ പറഞ്ഞപ്പോഴാണ് ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. അണിയറയിലെ കോപ്പുകളാകെ കൺമുന്നിലെത്തി. കൂട്ടത്തിൽ സ്വയംവര കൃഷ്ണൻ്റെ ആ പഴയ കിരീടം കണ്ടു. തനിക്കായി നിർമ്മിച്ച ആ കിരീടത്തെ തൊട്ടു വണങ്ങി നമസ്കരിച്ചപ്പോൾ കണ്ണു നിറഞ്ഞു. സാധാരണ പകലൂണ് കഴിഞ്ഞ് ചുട്ടിക്കിരിക്കുകയാണ് പതിവ്. ഏകാദശി നോയമ്പായതിനാൽ ഒന്നും കഴിച്ചിരുന്നില്ല. 2 തവണ തലയുറ്റി. തൻ്റെ യവനനെ കണ്ടാൽ എല്ലാവരും ഞെട്ടണം എന്ന നിശ്ചയത്തോടെ ശിഷ്യൻ കൊണ്ടുവന്ന ഇളനീര് കുടിച്ച് ചുട്ടിക്കായി കിടന്നു. യവനൻ്റെ മുഖമെഴുത്തും ഉടുത്തുകെട്ടും തലപ്പാവുമെല്ലാം അണിഞ്ഞ് വാളെടുത്ത് അരങ്ങത്തേക്ക് പുറപ്പെടാനൊരുങ്ങി. അരങ്ങത്ത് കൃഷ്ണൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആശാന്റെ അവസാന വേഷം അരങ്ങ് തകർക്കുന്നത് കാണാൻ അക്ഷമരായി ചുവന്ന കണ്ണുകളും ക്രൗര്യത്തോടെയുള്ള ഗർജനവും ഏറ്റുമുട്ടലുകളൊക്കെ കാണികളെ പിടിച്ചിരുത്തി. ആശാൻ യവനൻ അരങ്ങ് തകർത്തു. പട വെട്ടിത്തളർന്ന ആശാൻ അരങ്ങത്ത് തളർന്നു വീണു. സാധാരണ കൈ പിടിച്ച് എഴുന്നേൽക്കുകയാണ് പതിവ്. അതുണ്ടായില്ല. ആശാന്റെ കൈ കടന്നു പിടിച്ചപ്പോൾ തണുത്തു കഴിഞ്ഞിരുന്നു. മൂക്കത്ത് വിരൽ വെച്ചപ്പോൾ ശ്വാസമില്ല. കീർത്തി മുദ്ര സ്വീകരിക്കാതെ ആശാൻ ജീവിതയാത്ര അവിടെ അവസാനിപ്പിക്കുന്ന ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തു? പരിചയപ്പെട്ടു. കളി അരങ്ങത്ത് നിന്ന് വിട വാങ്ങുന്നതോടെ താനല്ലാതായിത്തീരുന്നു. ആശാന്റെ ഈ വാക്കുകളിൽ തെളിയുന്ന മാനസികാവസ്ഥ എന്താണ്? കളി അരങ്ങത്ത് നിന്ന് വിട വാങ്ങുന്നതോടെ താനല്ലാതായിത്തീരുന്നു. ആശാന്റെ ഈ വാക്കുകളിൽ തെളിയുന്ന മാനസികാവസ്ഥ എന്ത്? കലയോടുള്ള ആത്മാർപ്പണവും തൊഴിലിനപ്പുറം കലയോടുള്ള സ്നേഹവും കലാരംഗത്തു നിന്നും പിന്മാറുന്നതിലുള്ള വേദനയും ഈ വാക്കുകളിൽ കാണാം. കലയോടുള്ള ആത്മാർപ്പണവും തൊഴിലിനപ്പുറം കലയോടുള്ള സ്നേഹവും കലാരംഗത്തു നിന്നും പിന്മാറുന്നതിലുള്ള വേദനയും ഈ വാക്കുകളിൽ കാണാം. ഇന്നത്തെ ചെറുപ്പക്കാരായ കളിയോഗത്തിലെ കുട്ടികൾക്ക് എന്തറിയാം? അവരൊക്കെ കലയെ കാര്യമായി എടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൂടാ. ചിലരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. വിരലിൽ എണ്ണാവുന്നവർ മാത്രം ഈ പ്രസ്താവന വിശകലനം ചെയ്യുക. പുതുതലമുറക്ക് കലയോടുള്ള മനോഭാവത്തിൽ വന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. കല ഇന്ന് കച്ചവടമായി മാറിയിരിക്കുന്നു. ധനം സമ്പാദിക്കുന്നതിനും പ്രസിദ്ധി നേടുന്നതിനും വേണ്ടി കലയെ ഉപയോഗിക്കുന്നു. കലാപരമായ മികവിൽ അവർക്ക് താല്പര്യമില്ല. എല്ലാവരും തന്നെ ആശാൻ എന്ന് വിളിക്കുന്നു. പ്രായം ചെന്നതുകൊണ്ടുള്ള വിളിയാണെങ്കിൽ താൻ അതിനെ കാര്യമായി എടുക്കുന്നില്ല. അല്ല, നല്ലൊരു വേഷക്കാരൻ എന്ന ബോധത്തോടു കൂടിയ വിളിയാണെങ്കിൽ തനിക്കതിൽ അഭിമാനമുണ്ട്. ഈ വരികളിൽ തെളിയുന്ന മനോഭാവം എന്താണ്? സ്തുതിവചനങ്ങളിലോ പ്രശസ്തിയിലോ ആശാന് താല്പര്യമില്ല. തൻ്റെ കഴിവിൽ അദ്ദേഹം അഹങ്കരിക്കുന്നുമില്ല. നല്ല കലാകാരൻ എന്നറിയപ്പെടാൻ മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്.
കൃഷ്ണവേഷം തന്മയത്വത്തോടെ ആടാൻ കഴിഞ്ഞതിൻ്റെ കാരണമായി ആശാൻ വിലയിരുത്തുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു, വ്യക്തിപരമായ അനുഭവങ്ങൾ കലയെ ശ്രേഷ്ഠമാക്കുന്നു. ആശാന്റെ യൗവന കാലാനുഭവവും കൃഷ്ണവേഷവും തമ്മിൽ ബന്ധമുണ്ട്. വ്യക്തി ജീവിതത്തിലെ ആശാന്റെ പ്രണയം കൃഷ്ണന്റെ ഭാവങ്ങളോട് തന്മയീഭവിക്കുവാൻ ആശാനെ സഹായിച്ചു. വേഷങ്ങളിൽ വന്ന വ്യതിയാനത്തിൽ ആശാന് വേദന തോന്നിയിരുന്നു. ആശാന്റെ ഈ വാക്കുകൾ എങ്ങനെ വിലയിരുത്താം? വ്യക്തി ജീവിതത്തിൽ നന്മയും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്ന ആശാൻ കൃഷ്ണവേഷത്തെ ആരാധിക്കുന്നുണ്ട്. പ്രകൃതത്തിൽ തിന്മയുടെ രൂപമായ യവനവേഷത്തോട് ആശാന് പ്രതിപത്തിയില്ല. എന്നാൽ ഒരു കലാകാരൻ ഏത് വേഷവും ഒരുപോലെ സ്വീകരിക്കണം. അതുകൊണ്ട് കൃഷ്ണവേഷം പോലെ യവനവേഷവും അനുശ്വരമാക്കാൻ ആശാന് കഴിഞ്ഞു. ആശാന്റെ യവനനാണ്. അരങ്ങൊഴിയുന്നതിന് മുമ്പുള്ള അവസാന വേഷം. അതുകൊണ്ട് അരങ്ങ് തകർക്കുന്ന കളിയാവും. കഥാസന്ദർഭത്തിൽ ഈ സംഭാഷണത്തിനുള്ള പ്രാധാന്യം വ്യക്തമാക്കുക. കഥയിലെ ഏറ്റവും നിർണായകമായ നിമിഷത്തെക്കുറിച്ചുള്ള സൂചന നൽകുന്ന വാക്കുകളാണിവ. ആശാന്റെ കലാപ്രകടനത്തെക്കുറിച്ച് വായനക്കാരിൽ ഉദ്വേഗം ജനിപ്പിക്കാൻ ഈ വാക്കുകൾക്ക് കഴിയുന്നു. കലാകാരൻ എന്ന നിലക്ക് ആശാന് സമൂഹത്തിലുള്ള ആദരവും പ്രശസ്തിയും ഈ വാക്കുകളിൽ വ്യക്തമാകുന്നു. തിരശീല താണു. കളിവിളക്കിൻ്റെ എരിഞ്ഞു പടരുന്ന നാളങ്ങൾ, ചുണ്ടപ്പൂവിൻ്റെ ശോണിമ പൂണ്ട കണ്ണുകൾ നാളങ്ങളിൽ ഉരുകി, ക്രൗര്യത്തിൻ്റെ ഗർജനം മുഴങ്ങി. കഥാസന്ദർഭത്തെ നാടകീയമാക്കുന്നതിൽ ഇത്തരത്തിലുള്ള വാക്യങ്ങൾക്കുള്ള പ്രാധാന്യം. കൃഷ്ണനാട്ടത്തിൻ്റെ രംഗാവതരണം വാഗ്മയ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. കത്തിച്ചു വെച്ച വിളക്കിൻ്റെ നാളം കണ്ണുകളിൽ പ്രതിഫലിക്കുന്നു. അസുരഭാവം പകരാനായി ചുണ്ടപ്പൂവ് കൊണ്ട് കണ്ണുകൾ ചുവപ്പിച്ചിരിക്കുന്നു. യവനൻ്റെ കത്തുന്ന രോഷം വ്യക്തമാക്കാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നു. വേഷത്തെക്കാളും മികച്ച മെയ് വഴക്കം ആശാന്റെ കലാപരമായ കഴിവിനെ കുറിക്കുന്നു. കഥ അവസാനിക്കുന്നതിന് മുമ്പ് തിരശീല വീണു. കഥയെ ഭാവതീവ്രമാക്കാൻ ഈ വാക്യത്തിന് എത്രമാത്രം കഴിയുന്നു? കലയിലെ അവസാന ചടങ്ങാണ് തിരശീല. ആശാന്റെ ജീവിതം അവസാനിച്ചു എന്ന ധ്വനി ഈ വാക്കുകളിലുണ്ട്. സെറ്റാണല്ലോ? ഈ വാക്യത്തിന് എത്രമാത്രം കഴിയുന്നു എന്ന് ചോദിച്ചത്. കലയിലെ അവസാന ചടങ്ങാണ് തിരശീല വീഴുക. ആശാന്റെ ജീവിതം അവസാനിച്ചു എന്ന ധ്വനി ഈ വാക്കുകളിലുണ്ട്. അരങ്ങിൽ കൃഷ്ണനോടുള്ള പകയുടെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ മക്കളെ, അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ക്ലാസ് കണ്ട് ചോദ്യോത്തരം സെറ്റാക്കി വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു.